IPL ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്നുള്ള രീതിയിൽ അരങ്ങേറ്റം കുറിച്ച വൈഭവ് സൂര്യവംശിയാണ് ഇപ്പം ചർച്ചാ വിഷയം. പല കളിക്കാരെക്കുറിച്ചും പഴയ പൃഥ്വി ഷാ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ചെറുപ്പത്തിൽ തന്നെ അരങ്ങേറിയ പലരെയും നമ്മൾ കാണാനില്ല, എവിടെയും പരാമർശം പോലും ഇല്ല. അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ എന്നാൽ ചെറുപ്പത്തിൽ തന്നെ കളിച്ച് ഗംഭീരമായി കളിച്ച് ഒരു ആ രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ആൾക്കാർ, ഇപ്പം സച്ചിനൊക്കെ അങ്ങനെ വരുന്ന ആളാണല്ലോ. അതേ ദിവസത്തിൽ വഴിക്ക് നഷ്ടപ്പെട്ട കാംബ്ലിയെ പോലെയുള്ള ആൾക്കാരുണ്ട്. ക്രിക്കറ്റിൽ വളരെ ചെറുപ്പകാലത്ത് തന്നെ അങ്ങനെ ക്രിക്കറ്റിലേക്ക് പ്രവേശിച്ച് ഒരുപാട് കാലം വളരെ ഫോമിൽ നിന്നിട്ടുള്ള കളിക്കാരുണ്ടോ? വേറെ വളരെ ചുരുക്കമുള്ളൂ. ഇപ്പൊ പലരും ഈ ചൈൽഡ് പ്രോഡിജി എന്ന് പറഞ്ഞൊരു ലേബലായി വന്നിട്ടുള്ള പലരും അവര് 30 വരെ എത്തിയിട്ടും കൂടി ഇല്ല. ഇയൻ ക്രേഗ് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയ ക്യാപ്റ്റൻ വരെ ചെയ്തു 22 വയസ്സിൽ. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും യങ്ങസ്റ്റ് ഡെബ്യൂട്ടൻ്റ് ആയിരുന്നു 17 വയസ്സിൽ. ആകെ 11 ടെസ്റ്റേ കളിച്ചുള്ളൂ. ആ പ്രഷർ താങ്ങാൻ പറ്റിയില്ല, ക്യാപ്റ്റനും ഒക്കെ ആക്കി. പക്ഷെ 26 വയസ്സായപ്പോഴേക്കും ക്രിക്കറ്റിൽ തന്നെ വിരമിച്ചു. പിന്നെ ഇപ്പൊ പൃഥ്വി ഷാനിപ്പോ ഒരു IPL ടീമും കൂടി ഇല്ല. മുംബൈ ടീമിൽ നിന്ന് കഴിഞ്ഞ സീസൺ പുറത്താക്കി, ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ത്യയുടെ കാര്യം പോട്ടെ, സ്റ്റേറ്റ് ടീമിലും കൂടി കയറാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് പലപ്പോഴും ഈ അവരുടെ കഴിവല്ല പ്രശ്നം, ഈ ഓഫ് ഫീൽഡിന് അപ്പുറത്ത് എന്ത് ചെയ്യുന്നു, ആ പ്രഷേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നാണ് പ്രശ്നം വരുന്നത്. അതായത് ഫീൽഡിനപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലാണോ, അല്ല കളി ജീവിതത്തിലാണോ, കളിക്ക് പുറത്തുള്ള ജീവിതത്തിലാണോ? രണ്ടിലും. ഇപ്പൊ കളി ജീവിതം എന്ന് പറഞ്ഞാൽ ആ പ്രഷർ താങ്ങാൻ പറ്റണം. ഇപ്പൊ ഇനിയിപ്പൊ നാളെ വൈഭവ് സൂര്യവംശി കളിക്കാൻ പോകുമ്പോ എല്ലാവരും ഒരു 50 പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ ഒരു 100 പ്രതീക്ഷിക്കും. അങ്ങനെയാണ് ഇപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പിന്നെ ഇപ്പോഴത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ശരിക്കും ഒരു മീനിനെ അക്വേറിയത്തിൽ ഇട്ട പോലെ സോഷ്യൽ മീഡിയ കാരണം 24 മണിക്കൂറും ആൾക്കാർ നിങ്ങളെ നോക്കുകയാണ്. കളിക്കളത്തിൽ എന്ത് ചെയ്യണോ, അതിന് പുറത്ത് എന്ത് ചെയ്യണോ. അപ്പൊ പ്രൈവസി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഇപ്പൊ 16 വയസ്സായ സച്ചിനൊക്കെ, അല്ലെങ്കിൽ 17 വയസ്സായ സച്ചിന് ഒരു മാരുതി 800 ഫ്രണ്ട്സിന്റെ കൂടെ ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡിലൊക്കെ പോയി കറങ്ങാനൊക്കെ പറ്റുമായിരുന്നു. ആ ഒരു ലക്ഷറി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കളിക്കാർക്ക് അത് തീരെ ഇല്ല. അവർക്ക് മറ്റേ തൊപ്പി മാസ്കും ഒക്കെ ഇട്ടിട്ട് വേണം പുറത്തു പോവാൻ. അപ്പൊ ആ ലോകം മുഴുവനായി മാറിയിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ കളിക്കാരുടെ പെരുമാറ്റം ഒക്കെ മാറണം. ഇപ്പൊ ഒരു ഫാനിനോട് നിങ്ങൾ നോന്ന് പറഞ്ഞാൽ അത് പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ വിഷയമായി മാറും. ഈ ഇതിനകത്ത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പം സച്ചിൻ അതുപോലെ കാംബ്ലി രണ്ട് വിരുദ്ധമായ എക്സാമ്പിൾസ് ആണ്. കാരണം നല്ല മാനേജ്മെന്റിലൂടെ, അതായത് ഒരു കളിക്കാരൻ എന്നുള്ള രീതിയിൽ കിട്ടുന്ന പ്രത്യേക പരിഗണനയും അതിനനുസരിച്ചുള്ള ട്രെയിനിങ് മാനേജ്മെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ സച്ചിന്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ യങ് സ്റ്റേജിൽ തന്നെ തുടങ്ങിയതാണ്. നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഉദാഹരണമായി തോന്നുന്നു. ഒരുപാട് കാലം കളിയിൽ നിൽക്കുന്ന ഒരു കളിക്കാരൻ. സച്ചിന്റെ മാത്രല്ല, ആ ഒരു തലമുറയിൽ പല കളിക്കാരുടെയും ആ ഒരു സക്സസിനൊരു വലിയ കാരണം അവരുടെ കുടുംബങ്ങളായിരുന്നു. അവര് വളരെ ബാലൻസോട് കൂടി, ഇപ്പൊ നിങ്ങൾ 100 റൺ എടുത്താലും 0 എടുത്താലും സാരില്ല, നിങ്ങളൊരു നല്ല മനുഷ്യനായാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. ഇപ്പൊ സച്ചിന്റെ അച്ഛനൊക്കെ പ്രത്യേകിച്ചും അങ്ങനെയായിരുന്നു, എപ്പോഴും ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, കളിക്കാരുടെ അച്ഛന്മാര് അല്ലെങ്കിൽ അമ്മമാര് അല്ലെങ്കിൽ അവരുടെ അനിയന്മാർ, ഇവരൊക്കെ TV-യിൽ വരെ കുറെ അധികം സംസാരിക്കുക, അങ്ങനത്തെ ഒരു കൾച്ചർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവര് സോഷ്യൽ മീഡിയ താരങ്ങളായി മാറുക. ശ്രീശാന്തിന്റെയും സഞ്ജു സാംസന്റെ ഒക്കെ കാര്യത്തിൽ പലരുടെ കാര്യത്തിലും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ ഓരോ പേരെടുത്ത് പറയുന്നില്ല, ഏകദേശം എല്ലാ കളിക്കാരുടെയും സ്ഥിതി ഇപ്പൊ അതാ. അവരുടെ സിസ്റ്റർക്ക് 1 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടാവും ഇൻസ്റ്റയിൽ, അങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ട് ഇപ്പൊ. പണ്ടൊന്നും അതൊന്നുമില്ല. ഇപ്പൊ ആരും, ഞാനും സച്ചിന്റെ ബ്രദറെ ആ റിട്ടയർമെന്റിന് ആ തലേന്നുള്ളൊരു ഫംഗ്ഷൻ വരെ കണ്ടിട്ടും കൂടി ഇല്ല. പറയുമ്പോ ഞാൻ എത്രയോ തവണ സച്ചിനായിട്ട് സംസാരിച്ചിട്ട് പോലും ബ്രദറെ അന്ന് അതിന്റെ തലേന്ന് കാണുന്നത് ആദ്യമായിട്ട്. ഇപ്പൊ ഇവരൊന്നും ഈ ക്യാമറ തേടി വരില്ല, ഈ ആൾക്കാരൊന്നും. അതേപോലെ രാഹുൽ ദ്രാവിഡിന്റെ അച്ഛൻ, അമ്മ, കുംബ്ലെയുടെ അമ്മയെ ഞാൻ ആദ്യം കാണുന്നത് മകന്റെ ഏതോ ഒരു സെറിമണിക്കൊക്കെ പോയപ്പോഴാണ്. ഇവരെ ആരെയും നമ്മൾ കാണുന്നില്ല. അപ്പൊ അത് കാരണം ആ കളിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. ഈ ഫുട്ബോളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മറഡോണയൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ, വളരെ ചെറുപ്പത്തിൽ തന്നെ കളിച്ചു വരുന്നു.
പെലെ പെലെ. ഒക്കെ അവരൊക്കെ എങ്ങനെയാണ് പിന്നീട്? പക്ഷെ എത്രയോ കാലം ഇതിൽ നിൽക്കാനും പറ്റി, കളി നിൽക്കാനും പറ്റി. പക്ഷെ ആ മാരഡോണയ്ക്കും കൂടി ആ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. പറയുമ്പോ മാരഡോണയ്ക്ക് ജീവിതകാലം മുഴുവൻ ദേഷ്യമായിരുന്നു മെനോട്ടിയോട്. ആ ടീമില് 78 അവിടെ അർജന്റീനയിൽ നടന്ന ലോകകപ്പിൽ സ്ക്വാഡിൽ എടുത്തില്ല. ചെറുപ്പമാണ്, എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരല്ല, മാരഡോണ ഇല്ലാതെ തന്നെ നല്ല ടീമായിരുന്നു, ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് കാരണം പക്ഷെ പെലെ പോലെ 17 വയസ്സിൽ ജയിക്കാൻ പറ്റിയില്ല. പെലേക്ക് അത് ചെയ്യാൻ പറ്റി. പെലേക്കുള്ള ഗുണം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ടീമിൽ വളരെ അനുഭവമുള്ള കളിക്കാർ, ദീദി, സഗാലോ, ഗറിഞ്ച കുറച്ചും കൂടി 4 വയസ്സ് മൂത്തതായിരുന്നു. ഇവരൊക്കെ ഉള്ളൊരു ടീമിൽ പെലേക്ക് പ്രഷർ ഇല്ലാതെ കളിക്കാൻ പറ്റി. പെലെ 1991 ഈ യൂത്ത് വേൾഡ് കപ്പ്, അണ്ടർ-17 വേൾഡ് കപ്പ് കണ്ടിട്ട് പറഞ്ഞു, ഈ പയ്യൻ എൻ്റെ നല്ല കളിക്കാരനാവുന്നു. അത് ഗാനയുടെ നീൽ ആംപ്റ്റി എന്ന് പറഞ്ഞൊരു കളിക്കാരനായിരുന്നു. ആ അണ്ടർ-17 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയത്. അതിൽ കളിച്ച കളിക്കാരായ ആരൊക്കെ? അലസാൻഡ്രോ ഡെൽ പിയറോ, ഇറ്റലിക്ക് കുറെ കാലം കളിച്ച, ഹുവാൻ വെറോൺ അർജന്റീനയുടെ തന്നെ മാർസെലോ ഗയാർഡോ, ഇവരൊക്കെ കളിച്ച ലോകകപ്പിൽ ഇവനായിരുന്നു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, ഈ നീൽ ആംപ്റ്റി. 17 വയസ്സിൽ പെലെ പറഞ്ഞു എൻ്റെ നല്ല കളിക്കാരനാണ്. അവൻ 16 ക്ലബിന് കളിച്ചു, എവിടെ എത്തിയില്ല. കുറച്ച് ഏറ്റവും വലിയ 2 ക്ലബുകൾ ആൻഡർലെക്റ്റ് ബെൽജിയം, പിന്നെ ആസ്റ്റൺ വില്ല. അത് കഴിഞ്ഞിട്ട് ഓരോ രാജ്യം, ടർക്കി, ചൈന, അർജന്റീന, കുറെ സ്ഥലത്ത് പോയി കളിച്ചു നോക്കി, എവിടെയും ശരിയായില്ല. അപ്പൊ അതാണ് നമുക്ക് 17 വയസ്സിലൊരു അല്ലെങ്കിൽ 15 വയസ്സിലൊരു കളിക്കാരനെ കണ്ട് ഇവൻ അടുത്ത പെലെയാവും അല്ലെങ്കിൽ അടുത്ത സച്ചിനാവും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ഈ എന്തായാലും ഈ ചെറുപ്രായത്തിൽ തന്നെ ക്രിക്കറ്റിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റിനകത്ത് വളരെ ചെറുപ്രായത്തിൽ തന്നെ വലിയ പ്രതിഭകൾ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് എന്തായാലും ഇങ്ങനത്തെ ചാൻസസ് കിട്ടുകയും വേണം. അപ്പൊ എന്തായാലും ദിലീപിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ മെന്റർ ചെയ്ത് എടുക്കുന്ന എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ്? അല്ല, ഒന്ന് മെന്റർ ചെയ്ത് എടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് അത് വേണോന്നും കൂടി ഒരു ചോദ്യമാണ്. പല കളിക്കാരെയും ഇപ്പൊ 14 വയസ്സിലേക്ക് പ്രത്യേകിച്ചും ഇവനാണോ കളിക്കേണ്ടത് അതോ അവന്റെ അച്ഛനോ അമ്മയ്ക്കാണോ ഇവൻ വലിയ താരമാവണമെന്ന് ആഗ്രഹമുള്ളത്? അതിന് തന്നെ ഉത്തരമില്ല പലപ്പോഴും. ഇപ്പൊ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ലാസ് ഓഫ് 92 എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി കാണാൻ പറ്റും. ഈ ഡേവിഡ് ബെക്കമിന്റെ ആ യൂത്ത് ടീമിനെ പറ്റി, ബെക്കം, ഗിഗ്സ്, കോൾസ്, അവരുടെയൊക്കെ ആ യൂത്ത് ടീമിൽ ആദ്യം അലക്സ് ഫെർഗുസൺ ഒരു ചാൻസ് കൊടുക്കാൻ തയ്യാറായിരുന്നു ഈ ഏഡ്രിയൻ ഡോഹർട്ടി ആയിരുന്നു, നോർത്തേൺ അയർലൻഡിൽ നിന്ന് വന്നത്. അവന് പക്ഷെ ബാക്കി ആ പ്രായത്തിലുള്ള പയ്യന്മാർക്ക് വളരെ ചുരുക്കം ഇൻട്രസ്റ്റേ ഉള്ളൂ. ഫുട്ബോൾ കളിക്കുക, അത് കൂടാതെ പുറത്ത് ഷോപ്സിൽ പോയി തുണിയും വാച്ചും ഷൂസും ഒക്കെ വാങ്ങുക, പിന്നെ പെണ്ണുങ്ങളുടെ പുറകെ ഓടുക. ഇത്ര വളരെ ചുരുക്കം ആഗ്രഹങ്ങളേ ഉള്ളൂ. ഇവൻ അതല്ല, ഇവൻ ഖുറാൻ തൊട്ട് ഡോസ്റ്റോവ്സ്കി, ബോബ് ഡില്ലന്റെ പാട്ടുകൾ എല്ലാത്തിലും ഇൻട്രസ്റ്റ് ഉള്ള ഒരു പയ്യനായിരുന്നു. അതിലായിരുന്നു ഇൻട്രസ്റ്റ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അവനൊരു മുട്ടിനൊരു പരിക്ക് വന്നപ്പോ കളി നിർത്തി, 20 വയസ്സിൽ കളി നിർത്തി പാട്ടിന്റെ പുറകെ പോയി. എന്നിട്ട് ഒരു കനാലില് വഴുതി വീണ് മരിക്കുക ചെയ്ത് 26 വയസ്സിൽ. അപ്പൊ എല്ലാവരും അവന്റെ കൂടെ കളിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ട് ഇവൻ ഗിഗ്സിന്റെ അത്ര തന്നെ നല്ല കളിക്കാരനായിരുന്നു, ഗിഗ്സ് പറഞ്ഞിട്ട് എൻ്റെ നല്ല കളിക്കാരനായിരുന്നു. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ഈ 16 അല്ലെങ്കിൽ 17 വയസ്സുകാരന് 20 ആകുമ്പോൾ അവന് ഇപ്പോഴും കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മളപ്പോൾ ആ ഒരു ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഏജ് ആണല്ലോ. നമുക്ക് എന്താണ് ഇഷ്ടം, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്. അപ്പൊ അതുവരെ കാത്തിരിക്കണം തന്നെയാണോ ദിലീപ് പറയുന്നത്? അതെ, ആ പ്രഷർ ഇല്ലാതെ അവര് കളിച്ചോട്ടെ, പോയി കളിക്കട്ടെ. ഇപ്പൊ പൃഥ്വി ഷോനൊക്കെ അത് തന്നെയാ പറ്റി. 18 വയസ്സിൽ ഇന്ത്യക്ക് ഡെബ്യൂ ചെയ്യുന്നു, ടെസ്റ്റ് ഡെബ്യൂല് സെഞ്ചുറി അടിക്കുന്നു. അത് കഴിഞ്ഞ എല്ലാ കളിയും ഇത് പോയി ചെയ്യണം എന്നാണ് പ്രതീക്ഷ. അത് ഒരിക്കലും പറ്റില്ല. ഏത് കളിക്കാരനായാലും ഇപ്പൊ സച്ചിനൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 ODI മാച്ചിൽ ഡക്കായിരുന്നു. പക്ഷെ ആ കാലത്ത് ഈ നമ്മളെ ആരും സോഷ്യൽ മീഡിയയിൽ 5000 ആൾക്കാർ വന്ന് തെറി പറയില്ല, അതൊന്നുമില്ല 1990. അപ്പൊ ഇപ്പോഴത്തെ കളിക്കാർക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ അവർ പുറത്തു പോയി ഒരു കളി തോറ്റു കഴിഞ്ഞ് പുറത്തു പോയി പൃഥ്വി ഷോ, അപ്പോഴേക്കും അതിന്റെ വീഡിയോ
ട്വിറ്ററിലോ ഇതിലോ ഇൻസ്റ്റയിലോ വരും, ഇത് കണ്ടില്ലേ ഇവൻ തോറ്റു കഴിഞ്ഞിട്ട് പോയി പാർട്ടി ചെയ്യണു എന്നൊക്കെ പറഞ്ഞിട്ട്.